ഉലുവ വെച്ചിട്ട് ജെല്ലുണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ജെല്ല് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോ. തലമുടിക്ക് നല്ല കറുപ്പും കിട്ടും, തിളക്കവും കിട്ടും. പെട്ടെന്ന് മുടി വളരാനായിട്ടും മുടി വളർച്ച പ്രൊമോട്ട് ചെയ്യാനായിട്ട് അടിപൊളി ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോ. ഒരു മാസം വരുന്നതാണ്, കേട് വരത്തില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിക്കോട്ടോ. അപ്പോൾ ഞാൻ എടുത്തത് 2 സ്പൂണോളം ഉലുവയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ അതനുസരിച്ചിട്ട് കൂടുതൽ ഉലുവ എടുത്തോട്ടോ. അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ ഒരു മാസത്തോളം ഉണ്ട്. കാരണം നമ്മളിങ്ങനെ കുറച്ച് തന്നെ കയ്യിൽ തേച്ച് ജെല്ലായിട്ട് തേക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവും. ഒരു മാസത്തോളമൊക്കെ ഉണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസം തേച്ചാൽ മതി. അത് 2 ദിവസം കൂടി തേച്ചോട്ടോ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മൾ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തന്നാന്ന് മനസ്സിലായോ? എള്ളാണേ. ഈ എള്ള് നമുക്ക് എള്ളെണ്ണാന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എള്ള് നമുക്ക് മുടിക്ക് നല്ലതാണ്. മുടി വളർച്ച പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിട്ടും രക്തയോട്ടം ഉണ്ടാവാനൊക്കെ ആയിട്ട് നമുക്ക് സ്കാൽപ്പിലെ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അത് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത് എള്ള് പോലെ തന്നെ ഒരു ഐറ്റമാണ്. പക്ഷെ അത് എള്ളല്ല, കരിഞ്ജീരകമാണേ. കരിഞ്ജീരകം മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. അകാലനരയൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് തേച്ചോ. അകാലനര മാറുകയും ചെയ്യും. മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. കൊടുത്ത് 2-3 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. മുടി ഈ ചില ആളുകൾക്ക് ഹെയർ ഡേ ഉണ്ടാക്കണതിനകത്ത് ഗ്രാമ്പൊക്കെ ചേർക്കാറുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തലയോട്ടിയിൽ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ വരാനായിട്ട് ഈ ഗ്രാമ്പു ഇട്ട് തേക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് 2-3 ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി 2-3 ബദാം ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ഇരിപ്പുണ്ടെങ്കിൽ അത് നമ്മൾ ജെല്ലുണ്ടാക്കിയിട്ട് ആ ജെല്ലിലേക്ക് ഇട്ട് പൊട്ടിച്ചെടുത്ത് ഒഴിച്ചാലും മതി. അപ്പോൾ വൈറ്റമിൻ ഇ ഉള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ബദാം. അപ്പം ബദാം മിക്കവരുടെ വീട്ടിൽ ഫ്രിഡ്ജിലൊക്കെ ഇരിപ്പുണ്ടാവും അല്ലേ? അപ്പോൾ ഉണ്ടെങ്കിൽ ഒരു 3-4 എണ്ണം അത് കൂടെ ഇട്ടിട്ട് കുതിർത്താൻ വെച്ചോട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നാളത്തേക്ക് എടുക്കുമ്പോൾ അത് ഇതുപോലെ വരും കേട്ടോ. ആ ബദാമും അതുപോലെ തന്നെ ഉലുവയും നമ്മുടെ കരിഞ്ജീരകവും എള്ളും എല്ലാം കൂടി നല്ല രീതിയിൽ കുതിർന്ന് വരും. അപ്പോൾ എല്ലാത്തിനും സത്തും നമ്മുടെ ഈ ഒരു ഐറ്റംസ് ഒരു കൂട്ടത്തിലേക്ക് അങ്ങോട്ട് പിടിച്ചു തന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് അങ്ങോട്ട് മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് കറക്കി അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെറിയ മിക്സിയുടെ ജാറിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് അങ്ങ് ഇട്ടു കേട്ടോ. ഇനി നിങ്ങൾക്ക് വെള്ളം ചേർക്കണം അടിയില്ലാന്ന് തോന്നുവാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുത്തോ. ഇതുപോലെ ചെറിയ മിക്സിയുടെ ജാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അങ്ങ് അരച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ തരിയോ പൊടിയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ജെല്ലായി കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ചില ആളുകൾ ഇതിങ്ങനെ തുണിയിൽ ഇങ്ങനെ പിഴിഞ്ഞ് ഞാൻ ഇതിന് മുൻപ് ഉണ്ടാക്കി വീഡിയോ ഇട്ടേക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഞാൻ ഇങ്ങനെ തുണിയിൽ ഇങ്ങനെ അരിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെ നല്ല നൈസായിട്ടുള്ള ജെല്ല് കിട്ടും. നമ്മളിത് തുണിയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, തുണിയിലേക്ക് ഇട്ട് പിഴിയേണ്ട ആവശ്യമില്ല. നിങ്ങളിതുപോലെ ഒരു ബൗളിലേക്ക് എടുത്ത് കൊട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് ഇരിക്കും. 2 മാസത്തോളം ഇരുന്നാലും കേട് വരത്തില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നിങ്ങൾ തേക്കുന്ന എണ്ണ, ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്കുണ്ടല്ലോ, ഇത് കണ്ടില്ലേ നല്ലൊരു ജെല്ല് പോലെ കണ്ടില്ലേ, നല്ലൊരു നമ്മളിതിങ്ങനെ കയ്യിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ തേക്കുമ്പോൾ ഒരു നല്ലൊരു മിനുസമാണ് കണ്ടില്ലേ, നല്ലൊരു ജെല്ലി പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ഇതിനകത്തേക്ക് നിങ്ങൾ തേക്കുന്ന എണ്ണ ഏതാണോ, വെളിച്ചെണ്ണ നല്ലെണ്ണ, ഇനിയിപ്പം ആവണക്കെണ്ണ മിക്സ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കാരണം ആവണക്കെണ്ണയുടെ ഗുണം അറിയാമല്ലോ, നമുക്ക് മുടിക്ക് പെട്ടെന്ന് വളരാനായിട്ട് നല്ലതാണ്, മുടി വളർച്ച പ്രൊമോട്ട് ചെയ്യാൻ നല്ലതാണ്. അപ്പം താടിയിലും മീശയിലൊക്കെ തേച്ച് കൊടുക്കാനായിട്ട് നല്ല ജെല്ലാണ് കേട്ടോ ഇത്. അപ്പം ഗേൾസിനും അതല്ല ബോയ്സിനും ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോട്ടോ. ഞാനിപ്പോൾ ഇച്ചിരി ആവണക്കെണ്ണ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ എണ്ണ ഇരിപ്പുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ മിക്സ് ചെയ്തോ. ആവണക്കെണ്ണ ഉള്ളവർ ആവണക്കെണ്ണ തേക്കാം, ഇട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ആവണക്കെണ്ണ ഇല്ലയെന്ന് വെച്ച് ടെൻഷൻ അടിക്കണ്ട, ബാക്കി ചേർത്തേക്കുന്ന എല്ലാ ഐറ്റംസും നല്ലതാണ്. കാരണം കരിഞ്ജീരകവും ഉലുവയും ബദാമും ഒക്കെ കൂടി ഉള്ളതുകൊണ്ട് തന്നെ അടിപൊളി ജെല്ലായിരിക്കും. അപ്പം ഉള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ജെല്ലുണ്ടാക്കി എടുത്തോട്ടോ. ഇതാണ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മിക്കവരുടെ വീട്ടിലൊക്കെ ഉണ്ട്. അപ്പം ഇല്ലാത്തവർ മറ്റേ നമ്മുടെ ബദാം ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി. ഇതാണ്ടല്ലേ നല്ല അടിപൊളി ജെല്ലാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം കുളിക്കുന്നതിനൊക്കെ ഒരു 10 മിനിറ്റ് നേരം മുൻപ് തലയിൽ തേച്ച് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ തിരുമ്മി തേച്ചിട്ട് കുളിക്കാൻ കയറിയിട്ടോ. എന്നിട്ട് ഷാമ്പൂ സോപ്പ് ഇട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അത് ട്രൈ ചെയ്ത് നോക്കേ.